നാം സംസാരിക്കുന്ന വാക്കുകൾ വളരെ ശക്തിയുള്ളതാണ്. ശാപവാക്കുകൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ആ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ജീവനുള്ളവയായി തീരുന്നു. ഉദാഹരണത്തിന്, ഈ ശപിക്കപ്പെട്ട ജോലി, ഈ ശപിക്കപ്പെട്ട ജീവിതം, ഈ ശപിക്കപ്പെട്ട എൻ്റെ കുഞ്ഞ്, നീ നശിച്ചു പോകും എന്ന് പറയുന്ന പല വാക്കുകളും പിന്നീട് ജീവൻ വ്യാപരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ശാപവാക്കുകൾക്ക് ശക്തിയുണ്ട്. അത് നിങ്ങളുടെ ജീവിതങ്ങളെ വല്ലാതെ തകർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ഇടയാകും. എന്നതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന ജീവന്റെ വാക്കുകൾക്ക് ജീവന്റെ ഫലം ഉരുവാക്കുവാൻ കഴിയും. വലിയ ധനികരുടെ ജീവിതം പഠിച്ചാൽ അവർ എപ്പോഴും നല്ല വാക്കുകൾ സംസാരിക്കുന്ന, നല്ല ചിന്തകൾ ചിന്തിക്കുന്ന വ്യക്തികളാണ്. ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ പറഞ്ഞ ശാപവാക്കുകളെ നിങ്ങൾ തന്നെ ഏറ്റുപറയുക. മറിച്ച് അവിടെ ജീവന്റെ വാക്കുകൾ ഉദ്ധരിക്കുക. അത് മുഖാന്തരമായി നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും ജീവനും വർദ്ധിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഇപ്പോൾ സഞ്ചരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ദൈവവചനം ഉച്ചരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്ന് തിരുവചനം പറയുന്നു. ഗോഡ് ബ്ലെസ് യു.